UDFന്റെ ഒരു ജാഥ വിശ്വാസ സംരക്ഷണ ജാഥയാണ്. അതിൽ വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തമുണ്ട്. തീർച്ചയായിട്ടും ഇത് ഈ പോറ്റി എന്ന് പറയുന്നത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. വമ്പിച്ച കൊള്ളയാണ് CPM നടത്തിയിട്ടുള്ളത്. ഇപ്പം തന്നെ പറയുന്നു ഈ പാളി വന്നു എന്ന്. ഈ പാളി അവധിയെടുത്ത് പോയിരിക്കുകയായിരുന്നോ? എവിടെയായിരുന്നു പാളി? ഭയങ്കര കൊള്ളയാണ് ശബരിമലയിൽ. അതിനെതിരെ ജനങ്ങൾ ആഞ്ഞടിക്കുകയാണ്. MLA ഇതൊരു രാഷ്ട്രീയ വിഷയമല്ലല്ലോ, വിശ്വാസികളുടെ. തീർച്ചയായും കേരളത്തിലെ വിശ്വാസികൾക്ക് ആകെ പ്രയാസമുണ്ടാക്കിയ നടപടികളാണ് ശബരിമലയിൽ ഉണ്ടായത്. ഓരോ വിശ്വാസിക്കും അത് വലിയ ദുഃഖവും സങ്കടവുമാണ് സമ്മാനിച്ചത്. ഈ ഗവൺമെന്റിന്റെ പിടിപ്പുകേട്, അതുപോലെ തന്നെ ബോധപൂർവമായി ഗവൺമെന്റും ദേവസ്വം ബോർഡും ഒക്കെയാണ് ഈ വലിയ കൊള്ളക്ക് കൂട്ടുനിന്നത്. അവരാണ് ഇതിൽ പങ്കാളികളായത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഈ കാര്യത്തിൽ അലയടിക്കുന്നുണ്ട്. അനൂപ് ജേക്കബ് MLA കൂടെ ചേരുകയാണ്. 7 കിലോമീറ്ററോളം നടന്നാണ് ഒരു വിശ്വാസികളുടെ ആ ഒരു വിഷയത്തിൽ. അതെ, തീർച്ചയായിട്ടും ഇതൊരു വലിയ ജനകീയ മുന്നേറ്റമാണ്. അത് കേരളത്തിൻ്റെ വിശ്വാസികളുടെ വികാരം ഇവിടെ പ്രതിഫലിക്കപ്പെടുകയാണ്. ഇവിടെ UDFകാർ മാത്രമല്ല, ജനങ്ങളുടെ പങ്കാളിത്തവും ഇവിടെ ഉണ്ട് എന്നതാണ് ഈ പദയാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തമായ നിലയിൽ തന്നെ ഇതിൻ്റെ സമരവും മറ്റു കാര്യങ്ങളുമായി UDF മുമ്പോട്ട് പോകും തന്നെയാണ് ഈ നേതാക്കളെല്ലാം പറയുന്നത്. കാര്യം ഇത് രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന ഒരു വിഷയമല്ല, മറിച്ച് ഇത് വിശ്വാസികളുടെ ഒരു വിഷയമാണ്. വിശ്വാസികളുടെ ഒരു വിഷയം. കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ 4 മേഖലാ ജാഥകൾ, ഇപ്പോൾ UDF വലിയൊരു പദയാത്ര നടത്തുകയാണ്. അത് ഇത് രാഷ്ട്രീയ പരിപാടിയല്ല, പൊളിറ്റിക്കൽ പാർട്ടികളാണ് UDFിലുള്ളത്. പക്ഷേ ഇത് വിശ്വാസ സംരക്ഷണമാണ്. വിശ്വാസികൾക്ക് വേദനയാണ്. ശബരിമലയിൽ പോലും കൊള്ള നടത്തും എന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അവിടുത്തെ അയ്യപ്പന്റെ വിഗ്രഹത്തിലെ സ്വർണം പോലും അടിച്ചു മാറ്റാൻ ദേവസ്വം ബോർഡ്, അവർക്ക് രാഷ്ട്രീയ പിന്തുണ നൽകുന്നവരൊക്കെ കൂട്ടുനിന്നു. അപ്പോൾ അതിനെ രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ പോലും, വിശ്വാസ സമൂഹം പോലും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. തന്നെയാണ് ഈ പറയുന്നത്. ഇത് രാഷ്ട്രീയം നോക്കിയല്ല, മറിച്ച് UDFന്റെ ഒരു കുടക്കീഴിൽ വിശ്വാസികളെല്ലാം അണിചേരുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് പ്രത്യേകത. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതായത് 4 മേഖലാ ജാഥകൾ, ഒന്ന് അടൂർ പ്രകാശ് നയിച്ചു, മറ്റൊന്ന് കൊടിക്കുന്നിൽ നയിച്ചു, ബെന്നി ബെഹനാൻ MLA ഉൾപ്പെടെയുള്ളവരൊക്കെ നയിച്ച ഒരു ജാഥയാണ് ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. K ശബരിനാഥൻ കൂടെ ചേരുകയാണ്. അപ്പോൾ UDFന്റെ ഒരു ജാഥ 7 കിലോമീറ്ററോളം നടന്നാണ് വിശ്വാസികൾക്കൊപ്പം പങ്കുചേരുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എല്ലാ തരത്തിലുള്ള വിശ്വാസമുള്ള ആളുകൾക്കും വിശ്വാസമില്ലാത്ത ആളുകൾക്കും എല്ലാവർക്കും നിലകൊള്ളുന്ന ഏക രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് ന്യൂനപക്ഷങ്ങളാകട്ടെ ഭൂരിപക്ഷങ്ങളാകട്ടെ, അത് ശക്തമായിട്ടുള്ള നിലപാട് കാലങ്ങളായി പറയുന്ന UDFും കോൺഗ്രസുമാണ്. അത് ജനങ്ങൾക്ക് ബോധ്യമാവുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ പ്രോഗ്രാമിൽ വരുന്നത്. പദയാത്രയിലൂടെ വിശ്വാസികളുടെ ഒരു വിശ്വാസം ഊട്ടിയുറപ്പിക്കുക. ഇല്ല, ഞാൻ വിശ്വാസികളല്ല എന്നുള്ളതല്ല പ്രശ്നം. ഇതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ഫാബ്രിക്കിൻ്റെ ഒരു പൊതുസ്വത്താണ് ശബരിമല. ആ ശബരിമല ഇല്ലാതാക്കാൻ നോക്കുന്ന, അവിടെ നിന്ന് സ്വർണം അപഹരിക്കാൻ നോക്കുന്ന ക്രിമിനലുകൾക്കെതിരെയുള്ള സാധാരണക്കാരായ മലയാളികളുടെ ഒരു വലിയ ശക്തമായിട്ടുള്ള ഒരു തേരോട്ടമാണ് ഇത് കാണുന്നത്. പറഞ്ഞതുപോലെ തന്നെ നേതാക്കളെല്ലാവരും ഒരു കീഴിൽ ഒരുപക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഒരുമിച്ച് വരുന്നു. അത് സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ്. അത് 4 പദയാത്രകളിലൂടെ പരമാവധി ആളുകളെ അറിയിക്കാൻ കഴിഞ്ഞു. അതിന്റെ സമാപനമായാണ് UDFന്റെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോൾ വിശ്വാസ സംരക്ഷണ പദയാത്ര കാരക്കോട് നിന്ന് ആരംഭിച്ച് പന്തളം വരെ ഏകദേശം 7 കിലോമീറ്ററോളം നടന്നുകൊണ്ടാണ് ഈ പദയാത്ര ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പകുതി ഭാഗം പോലും ഇതുവരെ മാറ്റിയിട്ടില്ല. ഈ കാണുന്നത് പോലെ പിന്നിലേക്ക് നമുക്ക് കാണാം. ഒരുപക്ഷെ കണ്ണത്താ ദൂരത്തേക്കാണ് ഈ പ്രവർത്തകർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്.